എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ട് ഒന്ന് താഴോട്ട് വന്ന് സഡൻ ആയിട്ട് പെട്ടെന്ന് മുകളിലോട്ട് കയറിയിട്ട് വീണ്ടും അതേപോലെ തന്നെ ഇറങ്ങി വന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് ഒരു 10:30-ക്ക് ശേഷം നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ള, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇന്ന് എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമുക്കൊരു മൂവ്മെന്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും തീറ്റാടിക്കാൻ നല്ലോണം ഉണ്ടാവും. നമുക്ക് നല്ല ലോസസ് വരാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉറപ്പായിട്ടും ലോസ് വരും മൂവ്മെന്റ് ഇല്ലെങ്കിൽ. ഇവിടെ നമുക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ, മുകളിൽ നിന്ന്, അതായത് ഓപ്പണിംഗ് വന്നതിന് ശേഷം 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ആദ്യത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് നോക്കും. ആ ഡയറക്ഷനിലോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ ട്രേഡ് ചെയ്യാം. എന്നിട്ട് ട്രേഡ് എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അത് വളരെ ചെറിയ പോയിന്റ്സ് ഉള്ളു. നമുക്ക് നമ്മുടെ അടുത്ത ലെവൽ ആണ് നമ്മൾ എടുക്കുക. ഈ ഒരു ഗ്രീൻ റിജക്ഷൻ, ഇവിടെയാണ് ലെവൽ ഉള്ളത്. ഈ ഒരു ഗ്രീൻ റിജക്ഷന്റെ അവിടെ നിന്ന് എക്സിറ്റ് ആവാൻ സാധിക്കാത്ത ഒരാൾക്കാണെങ്കിലും, എക്സിറ്റ് ആവാത്തവരാണെങ്കിലും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തവരാണെങ്കിലും, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തവർക്കാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവും. അല്ലാത്തവരുടെ സ്റ്റോപ്പ് ലോസ്, ഡേയ്സ് ആയിൽ വെച്ച സ്റ്റോപ്പ് ലോസ് സഡൻ ആയിട്ട് എടുത്തു പോയിട്ടുണ്ടാവും. ഇത് മാർക്കറ്റിൽ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ള കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് വരും. ഇന്ന് അത്ര നല്ല മാർക്കറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മുകളിലോട്ട് കയറി പിന്നെ അവിടെ നിന്ന് അതുപോലെ താഴോട്ട് വന്ന് കൺസോളിഡേറ്റ് ആയി പോയി. ഇന്ന് പൊതുവെ പറയുകയാണെങ്കിൽ വളരെ മോശം മാർക്കറ്റ് ആയിരുന്നു. ആദ്യത്തെ ഒരു മണിക്കൂർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വളരെ മോശമായിരുന്നു. നമുക്ക് കാണുമ്പോൾ ഇപ്പൊ ഒരു ലെവൽ ബ്രേക്കായി അടുത്ത ലെവൽ വരെ വരുന്നു. ഇപ്പൊ എവിടെയാണെങ്കിലും ഒരു ലെവൽ ബ്രേക്കായി അടുത്ത ലെവൽ വരെ പോകുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇപ്പൊ എവിടെ നിന്നാണെങ്കിലും ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അല്ലാതെ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം എടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇനി സെൻസെക്സും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ സെൻസെക്സിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് നോക്കിക്കാണുകയാണെങ്കിൽ ഇന്ന് സെൻസെക്സിൽ എക്സ്പയറി അല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് സ്കാൽപ്പ് ചെയ്തെടുക്കുന്നവർക്കാണെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. നിഫ്റ്റിയെ പോലെ അല്ലാതെ. നിഫ്റ്റിയിലാണെങ്കിൽ തീറ്റാടിക്കാൻ നല്ലോണം ഉണ്ടായിരുന്നു എന്ന് പറയാം. സെൻസെക്സിൽ ഉണ്ടായിരുന്നു, പക്ഷെ നിഫ്റ്റിയുടെ അത്ര വരില്ല. കാരണം ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. സെൻസെക്സും ഓപ്പണിങ് എവിടെയാണ് ഓപ്പൺ ആയത്, ആദ്യത്തെ ക്യാൻഡലിനെ അപേക്ഷിച്ച് പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് പ്രോപ്പറായി താഴോട്ട് വന്നു. നമുക്ക് താഴോട്ട് ഒരു ട്രെൻഡ് സൂചിപ്പിച്ചിട്ട് മുകളിലോട്ട് കയറി ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കുകയാണെങ്കിൽ അപ്പം സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം നല്ല സ്റ്റോപ്പ് ലോസ് വരും. ഈ റിജക്ഷന്റെ ഇപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കുന്നത് ആ ഒരു പോയിന്റിൽ നമുക്കൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്താണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ആ റിജക്ഷനിൽ തന്നെ എൻട്രി എടുത്തിട്ട് അവിടെ തൊട്ട് ആ റിജക്ഷന്റെ താഴെ അല്ലെങ്കിൽ റിജക്ഷന്റെ മുകളിലായിരിക്കും എന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. പക്ഷേ ഡേയ്സ് ആയി ഡേയ്സ് ലോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ആക്കി വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷെ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതിനോട് താല്പര്യമില്ല. അപ്പൊ ഇവിടെ സെൻസെക്സ് ആണെങ്കിലും ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു റിജക്ഷൻ കിട്ടിയ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ലെവൽ വരെ എടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ താഴോട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ താഴോട്ട് വന്ന സ്ഥിതിക്ക് മുകളിലോട്ട് കയറിയിട്ട് ഡിസ്കൗണ്ട് നമുക്ക് ബൈ ചെയ്ത് ഡേയ്സ് ആയാണ് സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ലോ ആദ്യത്തെ ടാർഗറ്റും പിന്നീട് നമ്മുടെ ലെവൽസ് ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ സെൻസെക്സിൽ വലിയ കുഴപ്പമില്ല. നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. സെൻസെക്സിലാണെങ്കിൽ ചെറിയ ലാഭമെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സൈഡ് വേസ്, ഒരു ബെയറിഷ് സൈഡ് വേസ് ആണെങ്കിലും ചെറിയ ലാഭം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇന്നത്തെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നാളത്തെ എൻ്റെ ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം. നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയിൽ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. ഇതായിരിക്കും ലെവൽസ്. നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ എങ്ങനെ വേണേലും വരട്ടെ,
ഓപ്പണിങ്ങിന് ശേഷം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്താൽ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു ഹൈ ആദ്യത്തെ ടാർഗറ്റാക്കി വെച്ച് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്ത് വേണേലും ആവട്ടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ കൂട്ടാം. ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് ഞാൻ ട്രേഡ് എടുക്കും. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ ബ്രേക്ക് ഔട്ട് മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യും. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി നമുക്ക് വെക്കാൻ പറ്റും. മുകളിലോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് മുകളിലോട്ടുള്ള ഈ ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് ആ ഒരു ഡേയ്സ് ഹൈ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് നമുക്ക് പ്രധാനമായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 24,297 ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 24,297 മുകളിലോട്ട് കയറി ഈ റിജക്ഷനെയും ബ്രേക്ക് ചെയ്താൽ 24,313 റിജക്ഷനെയും ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ എൻ്റെ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് 24,348 24,368 394 416 ഇങ്ങനെയുള്ള ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി നമുക്ക് മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് എല്ലാം നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 459 ആവട്ടെ 510 ആവട്ടെ എല്ലാം നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഏത് പോയിന്റിൽ നിന്ന് ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് വരും. ഇനി ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടാണ് ബ്രേക്ക് ഔട്ട് വരുന്നതെങ്കിലോ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് ഡിസ്കൗണ്ടിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ 24,230 24,216 24,197 24,154 എല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാം. 24,154 സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതും ബ്രേക്ക് ചെയ്തൊരു 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ചു നേരമെങ്കിലും താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 24,120 24,072 24,032 എന്നീ ലെവലുകളിലേക്ക് നമുക്ക് പ്രൈസിനെ നിഫ്റ്റിയെ പ്രതീക്ഷിക്കാവുന്നതാണ്. 24,032 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാം കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. സെൻസെക്സിൽ നാളത്തെ എൻ്റെ ലെവൽസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ പറയുകയാണെങ്കിൽ ഓപ്പൺ ആയതിനു ശേഷം ഒരു 3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ക്യാൻഡിൽ ക്ലോസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നീട് വരുന്ന ക്യാൻഡിൽസ് മുകളിലോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ഡേയ്സ് ലോ തന്നെ വെക്കണമെന്നില്ല. ആ റിജക്ഷൻ്റെ തൊട്ട് താഴെയാണെങ്കിലും നമ്മൾ എവിടെ നിന്നാണോ എൻട്രി എടുക്കുന്നത് ഒരു റിജക്ഷൻ വന്നിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. ആ റിജക്ഷന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ റിജക്ഷൻ്റെ തൊട്ട് താഴെ തന്നെ മിനിമം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് 80,013 80,051 80,173 എന്നീ ലെവലുകളൊക്കെ ടാർഗറ്റ് ആക്കി വയ്ക്കാൻ പറ്റും. ഇവിടെയും 80,013 നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയും ബ്രേക്ക് ചെയ്ത് 80,051 ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് 80,173 വരെ പ്രതീക്ഷിക്കാം. സപ്പോസ് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിലെങ്കിലും അതിന്റെ മുകളിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ മുകളിലുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 80,341 80,401 80,572 80,870 അങ്ങനെ മുകളിലോട്ട് ടാർഗറ്റ്സ് ഉണ്ട്. ഇനി ഏത് ലെവലിൽ നിന്നാണോ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഒരു റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടെ നമുക്ക് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്യാം. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഓപ്പണിങ്ങിന് ശേഷം പ്രൈസ് താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഡേയ്സ് ആയി സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ച് ഡിസ്കൗണ്ടിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ട്രേഡ് ചെയ്യാം. താഴോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ടും പിന്നീട് 79,608 79,501 79,222 78,999 78,755 78,615 564
അപ്പോൾ ഈ തിക്കായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഏത് ലെവലിൽ നിന്നാണോ ഒരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിക്കുന്നത് അവിടുന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആവും. ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും റിജക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ റിജക്ഷൻ്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഈ ലെവലുകൾ തന്നെ ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിഫ്റ്റിയിലെയും സെൻസെക്സിലെയും പ്ലാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് പഠിക്കണം എന്ന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചാർട്ട് റീഡ് ചെയ്യാൻ പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. മന്ത്ലി ഒരൊറ്റ ബാച്ച് എടുക്കുന്നുള്ളൂ. 10 പേരാണ് മാക്സിമം, അതിൽ കൂടുതൽ എടുക്കില്ല. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.